വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നിങ്ങളെല്ലാവരും ഇപ്പോൾ വിചാരിക്കുന്നത് എവിടെ ഞങ്ങളുടെ ലാവി എന്നായിരിക്കും. ലാവി ഇവിടെ തന്നെ ഉണ്ട്, ഉള്ളിലാണ് കേട്ടോ. അപ്പോൾ ലാവിക്ക് ഹീറ്റായിരുന്നു, അപ്പോൾ അത് കഴിഞ്ഞു. പക്ഷേ ആ കഴിഞ്ഞു എന്നുള്ളത് ഇവന് മനസ്സിലാവണ്ടേ, ഇവൻ ഭയങ്കരമായിട്ട് ലാവിനെ ആക്രമിക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങൾ ലാവിനെ ഉള്ളിലോട്ട് മാറ്റിയിരിക്കുകയാണ്. ഈ വീഡിയോയിൽ ലാവി ഉണ്ടാവില്ല. ഇന്ന് നമ്മൾ ലിയോനെ കുറിച്ചുള്ള ഒരു സ്റ്റോറിയാണ് പറയുന്നത്. ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോയും കൂടിയാണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് പോവാം. അതിന് മുമ്പേ എൻ്റെ റിലേറ്റീവിന് ഒരു ലാബ്രഡോർ ഡോഗ് ഉണ്ട് കേട്ടോ. അവനെ എപ്പോഴും കണ്ടു കഴിഞ്ഞാൽ ഞാൻ കണ്ണു വെക്കാറുണ്ട്. അത്രയും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു ഡോഗാണ്. അപ്പോൾ 2 ആഴ്ച മുമ്പ് ഞാൻ അവനെ കണ്ട സമയത്ത് അവൻ്റെ മുഖത്തും അവൻ്റെ ചെവിയുടെ സൈഡിലൊക്കെ മൊത്തം മുറിവുകളായിരുന്നു. അവൻ്റെ നഖം വെച്ചിട്ട് അവനിങ്ങനെ ചൊറിഞ്ഞു മുറിവുകൾ ഉണ്ടാക്കിയതാണ്. അപ്പോൾ എന്താ കാര്യം എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ടിക്സിൻ്റെ ശല്യം നല്ല രീതിയിൽ കൂടി, നമ്മൾ കളയുന്നതിനനുസരിച്ച് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ കണ്ടപ്പോൾ എനിക്കത് ഭയങ്കര സങ്കടമായി. അപ്പോൾ എന്തെങ്കിലും റെമഡി ഉണ്ടോ എന്നാണ് അവർ എൻ്റെ അടുത്ത് ചോദിച്ചത് കേട്ടോ. ഈ ടിക്സും ഫ്ലീസും എന്നും നമ്മുടെ പെറ്റ് പാരൻസിനൊരു തലവേദന തന്നെയാണ്. അപ്പോൾ ടിക്സും ഫ്ലീസൊക്കെ ഇവരുടെ ബോഡിയിലുള്ള പെറ്റ് പാരൻസിൻ്റെ മാനസികാവസ്ഥ എന്താണെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് എനിക്കറിയാം. കാരണം ടിക്സ് കാരണം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ടിക് ഫീവർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കണ്ടീഷൻ വന്ന ആളാണ് നമ്മുടെ ലിയോ. ആ സമയത്ത് ഞങ്ങളുടെ മാനസികാവസ്ഥ ആർക്ക് പറഞ്ഞാലും മനസ്സിലാവില്ല. അത്രയും മോശം അവസ്ഥയിലൂടെ ലിയോ പോയിട്ടുണ്ട്. അവിടുന്ന് ഉയർത്തെഴുന്നേറ്റ് വന്ന ആളാണ് നമ്മുടെ ലിയോ. അതുകൊണ്ട് തന്നെ എനിക്കറിയാവുന്ന എല്ലാ പോംവഴികളും ടിക്സ് റിലേറ്റഡ് ആയിട്ട് ഞാൻ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കാറുണ്ട്. അപ്പോൾ ടിക് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആണ് ഇന്ന് നമ്മൾ ഷെയർ ചെയ്യുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ ലിയോനും ലാവിക്കും ടിക്സ് വരാതിരിക്കാൻ വേണ്ടി ഞാൻ യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് എന്താണെന്നും കൂടി പറയുന്നുണ്ട് കേട്ടോ. ഈ ടിക്സിനും ഫ്ലീസിനും ഒരു പ്രത്യേകതയുണ്ട്. അവർക്ക് പല്ലുകളുണ്ട്, ഭയങ്കര ഷാർപ്പായിട്ടുള്ള പല്ലുകളുണ്ട്. ഇത് വെച്ചിട്ട് ഇവരുടെ ബോഡിയിൽ എത്തിക്കഴിഞ്ഞാൽ ഇതങ്ങ് കടിക്കും. ആ കടിക്കുന്ന സമയത്ത് അതിൻ്റെ സലൈവ ഇവരുടെ ബോഡിയിലോട്ട് പോവുകയും അവിടെ അത് കാരണം റെഡ് കളറിലുള്ള റാഷസ് ഫോം ചെയ്യുകയും ചെയ്യും. ഇങ്ങനെ റെഡ് കളറിലുള്ള റാഷസ് ഫോം ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ലക്ഷണമായിട്ട് ഇവർ കാണിക്കുന്നത് ചൊറിച്ചിലാണ്. റെഗുലറായിട്ട് ഇവരുടെ ബോഡി ചൊറിയും. എസ്പെഷ്യലി ചെവിയുടെ സൈഡ്, കഴുത്തിൻ്റെ ഭാഗം, അവിടെയൊക്കെ ആയിരിക്കും ഇവർ ചൊറിയുന്നത്. കാരണം അവിടെയൊക്കെയാണ് നമുക്ക് ടിക്സിനെ ഏറ്റവും കൂടുതൽ കാണാൻ പറ്റുന്നത്. അല്ലേ ലിയോ? അല്ലേ? ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇവരുടെ ബോഡി ഇവരുടെ നഖം വെച്ച് ചൊറിയുമ്പോഴാണ് അവിടെയൊക്കെ പാടുകൾ വരുന്നത്, മുറിവുകൾ വരുന്നത്. അത് നമ്മൾ ട്രീറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ മുറിവുകൾ ഉണങ്ങാതെ ഇൻഫെക്ഷൻ ആയിട്ട് മാറാനുള്ള ചാൻസ് ഉണ്ട്. അതേപോലെ നമ്മുടെ ടിക്സും ഫ്ലീസും ബ്ലഡ് സക്കിങ് പാരസൈറ്റ് ആണ്. അത് ഇവരുടെ ബോഡിയിലോട്ട് പോയി കഴിഞ്ഞാൽ ഇവരുടെ ബോഡിയിലുള്ള ബ്ലഡിനെ അത് വലിച്ചെടുക്കും, കുടിക്കും. അത് നല്ല രീതിയിൽ ബ്ലഡ് കുടിക്കും. അങ്ങനെ നമ്മുടെ ഡോഗ്സിന് അനിമിക് ആവാനുള്ള ചാൻസ് ഉണ്ട്. ഈ അനിമിയ എന്ന് പറയുന്നത് ഇവരുടെ ബ്ലഡ് കൗണ്ട് കുറയുന്ന ഒരു അവസ്ഥയാണ്. അങ്ങനെ ബ്ലഡ് നല്ല രീതിയിൽ ഇവരുടെ ബോഡിയിൽ നിന്ന് പോയി കഴിഞ്ഞാൽ ഇവർക്ക് ക്ഷീണം വരും, ഇവർ ഭക്ഷണം കഴിക്കില്ല. അങ്ങനെ പല കോംപ്ലിക്കേഷനിലോട്ട് പോയിട്ട് ടിക് ഫീവർ എന്ന് പറയുന്ന കണ്ടീഷൻ വരെ ഇവർക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഒരു കാര്യം, ഒരു ടിക് ഫീവർ വരാൻ വേണ്ടിയിട്ട് ഇവരുടെ ബോഡിയിൽ ഒരുപാട് ടിക്സിൻ്റെ ആവശ്യമൊന്നുമില്ല. ഒരൊറ്റ ടിക്ക് വിചാരിച്ചാൽ മതി ടിക് ഫീവർ വരാനായിട്ട്. അങ്ങനെ 1-2 ടിക്സ് മാത്രമായിരുന്നു ലിയോൻ്റെ ബോഡിയിൽ ഉണ്ടായിരുന്നത്. ആ ലിയോനാണ് ടിക് ഫീവർ എന്ന് പറഞ്ഞിട്ടുള്ള കണ്ടീഷൻ വന്നത്. ടിക് ഫീവർ വന്നു കഴിഞ്ഞാലുള്ളൊരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിപ്പീറ്റഡ് ആയിട്ട് ടിക് ഫീവർ വരാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. പക്ഷേ ടച്ച് വുഡ്, ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് പിന്നെ ലിയോന് ടിക് ഫീവർ വന്നിട്ടില്ല. ഇനി വരാതിരിക്കട്ടെ. അപ്പോൾ അന്ന് തൊട്ട് ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, ലിയോനെ നല്ല രീതിയിൽ കെയർ ചെയ്യണം. ഇനി ഒരു ടിക്ക് ഇവരുടെ ബോഡിയിലോട്ട് വരാൻ പാടില്ല എന്നുള്ളത്. അപ്പോൾ അന്ന് തൊട്ട് നമ്മൾ ലിയോനെ ഒരുപാട് കെയർ കൊടുക്കാറുണ്ട്. അന്ന് തൊട്ട് ഇന്ന് വരെ നമ്മൾ റെഗുലറായിട്ട് യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ഉണ്ട്. ഇത് വെറ്റ്സെട്ര എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡിൻ്റെ ടിക്സെറ്റ് എന്ന് പറയുന്ന ഒരു പൗഡറാണ് കേട്ടോ. ഒരുപാട് ലിയോന് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പൗഡറാണ്. ആ ഒരു സമയം തൊട്ട് നമ്മൾ റെഗുലറായിട്ട് ഈ ഒരു പ്രൊഡക്റ്റാണ് ലിയോന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ആദ്യം ഇതൊരു ഡോക്ടറാണ് നമുക്ക് സജസ്റ്റ് ചെയ്തത്. അതിനുശേഷം ഞാനിത് റെഗുലറായിട്ട് മേടിക്കാൻ കുറച്ച് റീസൺസ് ഉണ്ട്. ലിയോ ലാവിക്ക് നമ്മൾ യൂസ് ചെയ്യുന്ന മിക്ക പ്രൊഡക്റ്റുകളും നാച്ചുറൽ ആയിട്ടുള്ള പ്രൊഡക്റ്റുകളാണ്. അതങ്ങനെ നോക്കി സെലക്ട് ചെയ്ത് വാങ്ങിക്കുന്നത് തന്നെയാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ 100% നാച്ചുറൽ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് ടിക്സെറ്റ്. പിന്നെ മെയിൻ ഒരു പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ടിക് റിപ്പല്ലൻ്റ് പ്രൊഡക്റ്റുകൾ നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. പലതും ഞങ്ങൾ പരീക്ഷിച്ചതുമാണ്. ഇതിൽ ഒരുപാട് പ്രൊഡക്റ്റുകൾ ചെയ്യുന്ന ഒരു പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളത് യൂസ് ചെയ്യുന്ന സമയത്ത് ടിക്സ് അതിൻ്റെ ആ ഒരു സ്മെല്ല് കാരണമോ അല്ലെങ്കിൽ അതിലെ ഇൻഗ്രീഡിയൻസ് കാരണമോ കെമിക്കൽസ് കാരണമോ ടിക്സിന് ബോധമില്ലാത്ത അവസ്ഥയിലോട്ട് പോകും. എന്നിട്ട് ടിക്സ് ഇവരുടെ ബോഡിയിൽ നിന്ന് വീണു പോകും. കുറച്ച് കഴിയുമ്പോൾ ഇതേ ടിക്ക് ആക്റ്റീവായിട്ട് ഇതേ ടിക്സ് തന്നെ ഇവരുടെ ബോഡിയിലോട്ടും കയറാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അതൊരു കംപ്ലീറ്റ് സൊല്യൂഷൻ ആണെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. പക്ഷേ ഇതൊരു കംപ്ലീറ്റ് സൊല്യൂഷൻ ആണ്. കാരണം മറ്റുള്ള പ്രൊഡക്റ്റുകളിലൊന്നും ഇല്ലാത്ത എന്തോ ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് ടിക്സെറ്റിൽ ഉള്ളത് കൊണ്ടാണ് ടിക്സുകളൊക്കെ പെട്ടെന്ന് നശിച്ചു പോകുന്നത്. അപ്പോൾ ആ ഒരു ഇൻഗ്രീഡിയൻ്റെ പേരാണ് ഡൈറ്റോമേഷ്യസ് എർത്ത്. അപ്പോൾ ഇത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ കെമിക്കൽ നെയിം സിലിക്കൺ ഡയോക്സൈഡ് എന്നാണ്. അതായത് ഒരു തരം ആൽഗയെന്ന് ഫോം ചെയ്യുന്ന ഒരു സംഭവമാണ് ഡൈറ്റോമേഷ്യസ് എർത്ത് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഗൂഗിളിലൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക ഡൈറ്റോമേഷ്യസ് എർത്ത് ഫോർ ടിക്സ് ആൻഡ് ഫ്ലീസ് എന്ന്. അപ്പോൾ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും ഇത് ടിക്സിൻ്റെ ഒക്കെ ബോഡിയിലോട്ട് പെനിട്രേറ്റ് ചെയ്ത് ചെല്ലുമ്പോഴാണ് ടിക്സ് നശിച്ചു പോകുന്നത്. ഈ പ്രൊഡക്റ്റ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഇത് ഇവരുടെ ബോഡിയിൽ ഡീപ്പായിട്ട് ചെന്നിട്ട്
ടിക്സിൻ്റെ ക്യൂട്ടിക്കിൾസിന് ഡാമേജ് ഉണ്ട്. അത് കൂടാതെ ടിക്സിനെ ഡീഹൈഡ്രേറ്റ് ആക്കുകയും ചെയ്യും. അപ്പോൾ ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ളൊരു സംഭവം ഇവർക്ക് യൂസ് ചെയ്യുമ്പോൾ അത് സേഫ് ആണോ എന്നുള്ളൊരു ഡൗട്ട് നിങ്ങൾക്ക് വരാം. ഇത് വളരെ സേഫാണ്. ഇത് നാച്ചുറൽ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. ഇവർ ലിക്ക് ചെയ്താൽ പോലും ഒരു കുഴപ്പമില്ല, ഒരു സൈഡ് എഫക്റ്റും ഇല്ല. നമുക്കും സേഫാണ്, യൂസ് ചെയ്യുന്ന ഇവർക്കും ഇത് വളരെ വളരെ സേഫാണ്. ഞാൻ ഒരുപാട് ടിക് റിപ്പല്ലൻ്റ് പ്രൊഡക്റ്റുകൾ ഉപയോഗിച്ചിട്ടുണ്ട്, പക്ഷേ ഇന്ന് വരെ ഞാൻ അതിലൊന്നും കാണാത്ത ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഈ ഡയറ്റോബേഷ്യസ് എർത്ത്. അപ്പോൾ ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യാന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ആദ്യം കുറച്ച് പൗഡർ ഇവരുടെ ബോഡിയിലോട്ട് നമ്മൾ ഇട്ട് കൊടുക്കുക, അല്ലല്ലയോ? അപ്പോൾ പൗഡർ ഇവരുടെ ബോഡിയിലോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മളൊന്ന് കൈ വെച്ച് ഇത് നല്ല രീതിയിൽ റബ്ബ് ചെയ്ത് കൊടുക്കണം. അപ്പം നിങ്ങൾ വിചാരിക്കും ഇത് കൈ വെച്ച് ചെയ്യാൻ പറ്റുമെന്ന്. കൈ വെച്ച് ചെയ്യാൻ പറ്റും, കാരണം ഇത് നമുക്ക് യൂസ് ചെയ്യാൻ സേഫാണ്. അതേപോലെ തന്നെ ഇത് നോൺ ടോക്സിക്കുമാണ്. അതിനുശേഷം ഒരു ക്ലോത്ത് വെച്ചിട്ട് ഇതൊന്ന് വൈപ്പ് ചെയ്ത് കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഒരു കോമ്പ് വെച്ചിട്ട് ബോഡി ഒന്ന് കോമ്പ് ചെയ്ത് കൊടുക്കുക. ഇത് ഒരു 3 to 4 days ഇങ്ങനെ ഇവരുടെ ബോഡിയിൽ വെച്ച് കൊടുക്കുന്നതിൽ യാതൊരു വിധ കുഴപ്പവും ഉണ്ടാവുന്നില്ല. അതിനുശേഷം വേണമെങ്കിൽ നമുക്ക് ഇവരെ കുളിപ്പിക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാം. എന്തായാലും ഒരു 3 to 4 days ഇവരുടെ ബോഡിയിൽ ഈ ഒരു പൗഡർ ഉണ്ടാവണം. ഇങ്ങനെ നമ്മളൊരു 4 or 5 തവണ റിപ്പീറ്റഡ് ആയിട്ട് ഈ ഒരു പ്രോസസ്സ് ചെയ്യുകയാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് ഇവരുടെ ബോഡിയിലുള്ള ടിക്സ് ചത്തുപോകുമെന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ ചത്തുപോകുന്നുള്ള കാര്യം ഗ്യാരണ്ടിയാണ്, കാരണം ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട് ലിയോൻ്റെ ബോഡിയിൽ നിന്ന് ടിക്സ് വീഴുന്നത്. അപ്പോൾ അതിലൊരു സംശയവുമില്ല. പിന്നെ എന്നെ ഞെട്ടിച്ച വേറൊരു പോയിന്റ്, ഇത്രയും ക്വാളിറ്റിയിലൊരു പെറ്റ് പ്രൊഡക്റ്റ് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രൈസിൽ കിട്ടുക എന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. ഇന്ന് നിങ്ങളൊരു പെറ്റ് ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ അറിയാം, ഏതൊരു പ്രൊഡക്റ്റ് എടുക്കുകയാണെങ്കിലും അപാര റേറ്റാണ്. ഇതിന് എത്ര റേറ്റ് വരും നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുമോ? ഇപ്പം നിങ്ങൾ ഊഹിച്ച് എത്ര റേറ്റ് വരും എന്നുള്ളത് കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ ശരിക്കും ഇതിൻ്റെ റേറ്റ് പറയട്ടെ. 100 grams ഒരു ബോട്ടിലാണിത്. ഇതിന് വെറും 189 രൂപയുള്ളൂ. അതാണ് എന്നെ ഞെട്ടിച്ചത്. നിങ്ങളും ഞെട്ടിയിട്ടുണ്ടാവും, ഉറപ്പാണ്. അപ്പോൾ ഈ ഒരു ടിക് സെറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രോഡക്റ്റ് നിങ്ങൾക്ക് ആമസോണിൽ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ ഇവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് ഇത് പർച്ചേസ് ചെയ്യാം. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള മെഡിക്കൽ സ്റ്റോറുകളിലൊക്കെ ഈ ഒരു പ്രൊഡക്റ്റ് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് മേടിക്കാം. അത്രയും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. ടിക്സ് നശിക്കുന്നുള്ള കാര്യത്തിൽ ഞാനും ലിയോയും ഗ്യാരണ്ടി. ലിയോ ഇവിടെ ഇല്ല, ഞങ്ങൾ രണ്ടുപേരും ഗ്യാരണ്ടി. അപ്പോൾ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. താല്പര്യമുള്ളവർക്ക് വാങ്ങിച്ചു നോക്കാം. ഈ ഒരു മഴക്കാലത്ത് എല്ലാ പെറ്റ് പാരൻസിൻ്റെയും കയ്യിൽ മസ്റ്റായിട്ടും വേണ്ട ഒരു പ്രൊഡക്റ്റാണ് ഈ ഒരു പൗഡർ. ഈ മഴക്കാലം എന്നല്ല, ടിക്സിൻ്റെ ശല്യമുള്ള എല്ലാ വീടുകളിലും ഈ ഒരു പ്രൊഡക്റ്റ് വേണം. പെറ്റ്സ് ഉള്ള എല്ലാ വീടുകളിലും ഈ ഒരു പ്രൊഡക്റ്റ് വേണം. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ രണ്ടുപേരുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നവിടെ കള്ളം പോവല്ലേ. ബായ് പറഞ്ഞ് ബായ് പറഞ്ഞ് ബായ് പറഞ്ഞ് ബായ് പറഞ്ഞ്. ഞാനും ലിയോ വീഡിയോ ചെയ്യാൻ തുടങ്ങുമ്പോൾ അവിടെയായിരുന്നു, പിന്നെ അടുത്ത സ്റ്റെപ്പിലോട്ടായി. പിന്നെ ഇത് ഇപ്പോൾ ഇവിടെ നിലത്തിരിക്കുകയാണ്. അപ്പോൾ ഇവനെ എങ്ങനെ പിടി കിട്ടുന്നില്ല. അതുകൊണ്ട് എന്തായാലും ഞാൻ വീഡിയോ പെട്ടെന്ന് എൻഡ് ചെയ്യട്ടെ. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞത് വളരെ സത്യസന്ധമായിട്ടാണ്. യൂസ് ചെയ്യേണ്ടവർക്ക് യൂസ് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് തോന്നുകയാണെങ്കിൽ ഉറപ്പായിട്ട് ഈ വീഡിയോൻ്റെ അടിയിൽ വന്നിട്ട് കമൻറ്റ് ചെയ്യണം. നിങ്ങൾക്ക് ഉറപ്പായിട്ട് യൂസ്ഫുൾ ആവും, ആ കാര്യത്തിൽ ഞാൻ ഗ്യാരണ്ടി. അപ്പോൾ അല്ലേ ലിയോ? അപ്പോൾ ശരി, ബൈ.